സെക്ഷനായിട്ട് എല്ലാം ചെയ്തു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട്. എല്ലാം എന്നോട് പറഞ്ഞു അവര്. പിന്നെ അവിടെ വേറെ പെൺകുട്ടികളും ഉണ്ട്, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞപ്പം അത് നന്നായി, എന്നാ പിന്നെ എല്ലാം നന്നായിട്ട് അറിയുമല്ലോ എന്ന് പറഞ്ഞു. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിലും നല്ലത് ഈ പെൺകുട്ടി തന്നെ പറയും. എന്താണ് അന്ന് സംഭവിച്ചത്? ഇത് എവിടെയാണ് സ്ഥലം? ഇത് പരിയാരം ആയുർവേദ കോളേജിനടുത്തുള്ള ഒരു വുഡ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു സ്പാ സെൻ്ററാണ്. സ്പാ സെൻ്ററിൻ്റെ പേര് ക്യൂൻ എന്നാണ്. ഞാൻ ഓൺലൈൻ വഴി ഇത് കണ്ടിട്ട് വേക്കൻസി കണ്ട് അവിടെ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. എവിടെയും ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു കണ്ടിട്ടാണ് പോയത്. അപ്പോഴാണ് അവർക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ക്രോസ് മസാജ് സെൻ്ററാണെന്ന് മനസ്സിലായത്. നിങ്ങളൊരു പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയത് അല്ലേ? പരസ്യം കണ്ടിട്ട്? അതെ, ഫേസ്ബുക്ക് വഴി പരസ്യം കണ്ടിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ അവിടെ അവർ വിളിച്ചിട്ട് പോയി. അതെ. അവര് പിന്നെ വിളിച്ചപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു എന്നോടൊരു റെസ്യൂം പോലും ആവശ്യപ്പെട്ടില്ല. എന്നോട് ഫോട്ടോയാണ് ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അത് കണ്ട് ഒന്നും നോക്കണ്ട താൻ പോന്നോന്ന് എന്നാ ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അവരുടെ പേരെന്താ പറഞ്ഞത്? അവരുടെ പേര് മീര എന്നാണ്. പക്ഷെങ്കിൽ അവരുടെ ഒറിജിനൽ പേര് അതല്ല. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഒറിജിനൽ പേര് അതല്ലെന്ന്? അത് അവര് തന്നെ പറയുകയും ചെയ്തു. എന്ത് പറഞ്ഞു? ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഒറിജിനൽ ആയിരിക്കില്ല, ഉള്ള പേര് മാറ്റി പറയണം. അപ്പോൾ എനിക്കൊരു പേര് ഇടുകയും ചെയ്തു. മായാന്ന് ഇട്ടുകൊണ്ട് പേരിട്ടു. അപ്പം അവിടെ ചെന്നിട്ട് നിങ്ങളോട് പിന്നെ എന്തൊക്കെ പറഞ്ഞു അവര്? അവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതെ, എന്തൊക്കെയാണെന്ന്? പിന്നെ എന്താ പറയുക, 7 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. എത്ര മണി മുതൽ? രാവിലെ 10 മണി മുതൽ. അതിൽ ജെൻസാണ് കൂടുതൽ വരുന്നത്. പിന്നെ അവർ വന്നാൽ ഫുൾ നേക്കഡായിരിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പം ഞാൻ മസാജ് ചെയ്തു കൊടുക്കണം. മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ ബോഡി ടു ബോഡി മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു പുരുഷന് വേണ്ട എല്ലാ കാര്യങ്ങളും, സെക്സ് അത് തന്നെ ചുരുക്കി പറയാം, അത് തന്നെ ചെയ്തു കൊടുക്കണം എനിക്ക്. ശമ്പളമൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? ശമ്പളം പറഞ്ഞത് ചുരുങ്ങിയതൊരു 18 വരെ കിട്ടും. 18 വരെ കിട്ടുന്നാണ് പറഞ്ഞത്. പക്ഷെ ടിപ്പ് പിന്നെ നമ്മുടെ സർവീസിനനുസരിച്ച് 3000-4000 ഒക്കെ ടിപ്പായിട്ട് കിട്ടുമെന്നും പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അവിടെ പോയപ്പോൾ ജോലിക്കാണല്ലോ പോയത്. അതെ. അപ്പം അവിടെ എത്തി പിന്നെ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ എന്ത് തോന്നി? പോകുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് മാത്രമല്ല, പിന്നെ റെപ്യൂട്ടഡ് കമ്പനിയായ തളിപ്പറമ്പിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനിയിൽ ഞാൻ പിന്നെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അവിടെയൊന്നും നെഗറ്റീവ് എനർജി അല്ല എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ അവിടെ പോകുമ്പം തന്നെ ഒരു നിഗൂഢതയാണ്. ഒരു റിസോർട്ടിൻ്റെ ഒരു ഇതൊഴികെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊരു പോകുമ്പം തന്നെ നമ്മൾക്കത് മനസ്സിലാവും. ഞാൻ പിന്നെ തളിപ്പറമ്പിൽ നിന്ന് ബസ് കയറി പരിയാരത്തിറങ്ങി. എന്നിട്ട് ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു. എന്നിട്ട് ആ സ്ത്രീനെ വിളിച്ചു. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് അവിടെ ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചിട്ട് വുഡ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ മതി, അവിടെ എത്തിക്കുന്നു. എന്നിട്ട് ഈ ക്യൂൻ എന്ന് പറഞ്ഞ ആ സ്പാൻ്റെ പേര് അവർ പറയുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കാനായിരിക്കും. അവരെ ഈ വുഡ് റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഈ ക്യൂൻ സ്പാ പ്രവർത്തിക്കുന്നത്? ഒരിക്കലും അല്ല. റിസോർട്ട് വേറെ തന്നെയാണ്. അത് ഒരു കുഴപ്പമില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു റിസോർട്ടാണ്. അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ഒന്നും കേട്ടിട്ടുമില്ല, അറിവുമില്ല. എന്നിട്ട് ഞാൻ ആ ഓട്ടോയിൽ കയറി. എന്നിട്ട് ഞാൻ ആ ഓട്ടോ ചേട്ടനോട് തന്നെ ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അപ്പൊ പറഞ്ഞു ഒന്നും അറിയത്തില്ല എന്നാ അവര് പറഞ്ഞത്. അറിയത്തില്ല. എന്നിട്ട് എന്നോട് ഒരു 1.5 മണിക്കൂറോളം അവര് സംസാരിച്ചു. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് സ്പാനെ കുറിച്ച് അവര് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, എല്ലാം സെക്ഷനായിട്ട് എല്ലാം ചെയ്തു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട്. എല്ലാം എന്നോട് പറഞ്ഞു അവര്.
പിന്നെ അവിടെ വേറെ പെൺകുട്ടികളും ഉണ്ട്, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞപ്പം അത് നന്നായി, എന്നാൽ പിന്നെ എല്ലാം നന്നായിട്ട് അറിയല്ലോ എന്ന് പറഞ്ഞു. സെക്സ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയല്ലോ എന്നും പറഞ്ഞു. പിന്നെ അവിടെയുള്ള കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പൊ അവരെ എല്ലാരെയും കണ്ടു. ഒരു മലപ്പുറംകാരിയുണ്ട്, പിന്നെ ഈ തളിപ്പറമ്പ് തന്നെയുള്ള 2-3 ആൾക്കാരുണ്ട്, പെൺകുട്ടികളുണ്ട്. എന്നിട്ട് പിന്നെ ഈ സ്ത്രീ എന്നോട് സംസാരിക്കുമ്പം ഇപ്പോഴത്തെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ആ ഹെഡ്സെറ്റ് ഒരെണ്ണം അവരുടെ ചെവിയിലുണ്ട്, ഒരെണ്ണം ഇങ്ങനെ താഴെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വേറെ അതിനായിട്ട് കണക്ട് ആയി ഇതിന്റെ ബോസുമായിട്ട് ഒരു ജെൻസ. എന്നിട്ട് അയാൾക്ക് എന്നെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. വാട്സപ്പില് അവര് സംസാരിക്കുന്നുണ്ട്. അപ്പം അവര് പറയുന്ന കാര്യമാണ് എന്നോട് അവര് പറയുന്നത്, ഇങ്ങനെ ചെയ്യണം പറയണം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കേട്ടപ്പം എനിക്ക് തടി മൊത്തം വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാനാ നോക്കിയത്. അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്, പിന്നെ ആ സ്ഥാപനത്തിൽ പോയിട്ട് അതിന്റെ കണക്കൊക്കെ എനിക്ക് രേഖപ്പെടുത്താനുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ അവരെ ഒന്ന് പിന്നെ ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ ബോസിനെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു ഒരു വിധത്തിൽ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം വരാൻ പറ്റുമെന്ന് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു കുഴപ്പക്കാരുള്ള ആരെങ്കിലും ഉണ്ടോ വീട്ടിലെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അത് പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാല് അവരന്നേരം വേണ്ടാന്ന് തന്നെ പറയൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇത് ഇപ്പം തുറന്നു പറയാൻ കാരണം ഞാനില്ലെങ്കിൽ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി അതിൽ പോയി പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ തളിപ്പറമ്പ് SI-യുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് സാറിനോട് ഞാൻ പറഞ്ഞു, സാറിനോട് പിന്നെ SI-നോട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം സാറ് പറഞ്ഞു എൻ്റെ സ്റ്റേഷൻ പരിധിയിലല്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് ഞാൻ നേരിട്ട് വന്ന് കണ്ടു. അന്ന് തന്നെ ഞായറാഴ്ച തളിപ്പറമ്പ് സ്റ്റേഷനിൽ വന്ന് സാറിനെ കണ്ടു. സാറ് പറഞ്ഞു CI ആയിട്ട് പിന്നെ പരിയാരം CI ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഇതുവരെ നടപടി ആയിട്ടുള്ള ചിലപ്പോൾ നിയമപരമായിട്ട് നീങ്ങണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയാണ് ചേട്ടനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത്. സാധാരണഗതിയിൽ കണ്ണൂർ ജില്ല പോലെയുള്ള ഒരു ജില്ലയിൽ ഇത്തരത്തിൽ പരസ്യമായ നക്ഷത്ര വേശ്യാലയങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ പെൺകുട്ടി നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഇത് പരിയാരം ആയുർവേദ കോളേജിന് സമീപത്തുള്ള ഒരു സ്പാ സെന്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നക്ഷത്ര വേശ്യാലയങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഈ കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.